എന്താ അവൾ ചെയ്ത് തെറ്റ്? അവൾ ഏതെങ്കിലും ആൺകുട്ടികളുടെയൊക്കെ അടുപ്പമായോ എന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുമ്പം കനകം പറയാണ്, എനിക്കിവളെ കാണണ്ട, എല്ലാം അറിയുന്ന ഇവൾ തന്നെ ഇങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് അവളെ തള്ളി വിടുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് നന്ദു അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ കനകത്തിനോട് ചോദിക്കാണ്, എന്താ കനകം ഇത്രയധികം ദേഷ്യപ്പെട്ട കാര്യമുണ്ടോ? അവളൊന്ന് പുറത്തു പോയെന്നും കരുതിയിട്ട്. അപ്പോഴേക്കും കനകം പറയാണ്, എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം ഉറപ്പിക്കണം, ഏതെങ്കിലും പറ്റിയൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ഇത്ര ധൃതി വെച്ച് കല്യാണം നടത്തേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല, നമ്മൾ അങ്ങനെ കല്യാണം നടത്താൻ പറ്റിയ അവസ്ഥയിലാണോ കനകം എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പം സാമ്പത്തികമോ സ്വത്തോ ഒന്നും വേണ്ട, അവളെ പോറ്റാൻ പറ്റിയ ഒരു ചെറുപ്പക്കാരൻ മതി. അത് മാത്രമല്ല, നമ്മളുടെ വീട് സ്ഥലവും അങ്ങ് വിൽക്കാം, നമുക്ക് അവളുടെ കല്യാണം നടത്തി ഉള്ള കടവും വീട്ടി ഏതെങ്കിലും വാടക വീട്ടിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് നിൽക്കാം, പിന്നെ നമ്മളെ മാത്രം കണ്ടാൽ മതിയല്ലോ നമ്മുടെ കഷ്ടപ്പാട് എന്നൊക്കെ പറഞ്ഞ് അവൾ വീണ്ടും കരയുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയേ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരം ചോദിക്കുമ്പം ഒന്നുമില്ല ഗോവിന്ദേട്ടാ, പെൺകുട്ടികൾ വളർന്നു വരികയല്ലേ, ഇനിയിപ്പം അവളുടെ കാര്യം കൂടെ എങ്ങനെ നേരെയാക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നയനയാണ് കേട്ടോ. നയന അവിടെ ഇരുന്ന് ഇങ്ങനെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനി വരുന്നുണ്ട്. ഏട്ടത്തി, എനിക്കൊരു കാര്യം പറയണ്ടെന്ന് പറയുമ്പോ എന്താ അനിന്ന് ചോദിക്കുകയാണ്. പലതവണ ഞാൻ ഏട്ടത്തോട് പറഞ്ഞ കാര്യം തന്നെയാ, എനിക്ക് വിവാഹത്തോട് തീരെ താല്പര്യമില്ലെന്ന് പറയുമ്പം എന്താ അനി, അതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നീ പറഞ്ഞപ്പോ തന്നെ ഞാൻ ആദർശേട്ടനോട് ആ കാര്യം പോയി പറഞ്ഞതാ. അപ്പൊ ആദർശേട്ടൻ പറയാ, മുത്തശ്ശന്റെ കാര്യം മുത്തശ്ശൻ വാക്ക് കൊടുത്തതാ, അതുകൊണ്ട് ഈ കാര്യത്തെ പറ്റി ഇനി സംസാരിക്കേണ്ടെന്നും എത്രയും പെട്ടെന്ന് വിവാഹം നടക്കുമെന്നും. അത് മാത്രമല്ല അനാമിക, നീ അധികം സ്നേഹിച്ച പെൺകുട്ടി തന്നെയല്ലേ, പിന്നെ ഇപ്പൊ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നും ഇല്ല, എന്നോട് എനിക്കൊരു ആരാധികയോടെന്ന് അറിഞ്ഞപ്പോ അവളെ കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പം അത്ര മാത്രമേ ഉള്ളൂ, നീ എന്നിട്ടാണോ അവളുടെ കൂടെ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയെന്ന് ചോദിക്കുമ്പം അതൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അനാമിക അത് ലവ് ആയിട്ട് എടുത്തത്, അവളോട് എനിക്ക് ഒരിക്കലും പ്രണയം തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞില്ലേ, എന്റെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പം അല്ല, ഇപ്പൊ മുത്തശ്ശൻ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് മുത്തശ്ശൻ ഒരിക്കലും ആ വാക്ക് മാറില്ല എന്ന് നയന പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി പറയാണ്, ഏട്ടത്തി എന്തൊക്കെയായാലും ആ പെൺകുട്ടി എന്റെ മനസ്സിൽ നിന്ന് പോവില്ലെന്ന് പറയുമ്പം ആ പെൺകുട്ടിക്കും അതുപോലെയാണോ, കല്യാണത്തിനെങ്ങാനും വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പം ഇല്ല, ഒരിക്കലും ഉണ്ടാക്കില്ല, നയനേച്ചിയെ പോലെ തന്നെ ഒരു സ്വഭാവക്കാരിയാ അവളും വന്നാൽ നയനേച്ചിക്ക് ഒരു സഹായമാവുമെന്ന് ഞാൻ കരുതിയതാ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് ആനി അങ്ങനെയൊന്നും ചെയ്യണ്ട, എനിക്ക് ആരും സഹായിക്കാൻ വേണ്ട, ഇതൊക്കെ എന്റെ ജാതകദോഷമാ, ഇതൊക്കെ ഇങ്ങനെ തന്നെ അവസാനിക്കുള്ളൂ, ആനിക്ക് ആരെ വിവാഹം കഴിക്കണമെന്നുള്ളത് അനി ജനിച്ചപ്പോ തന്നെ കുറിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്, എനിക്കും അതുപോലെ തന്നെയായിരുന്നു, ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാത്ത ജീവിതമാ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ദയവ് ചെയ്ത് അനി വിവാഹത്തിന് സമ്മതിക്ക്, അനാമിക നല്ല കുട്ടിയാ, ഈ കുടുംബത്തിന് ചേർന്ന കുട്ടിയാ, അതുകൊണ്ട് എന്റെ മോൻ മറ്റൊന്നും ആലോചിക്കേണ്ട. അല്ല, നീ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാന്ന് ചോദിക്കുമ്പം അനി ഒന്നും പറയുന്നില്ല. അവക്കറിയോ നിനക്ക് ഇഷ്ടമാണെന്ന്, നിന്റെ കല്യാണക്കാര്യം അവളോട് പറഞ്ഞെന്ന് ചോദിക്കുമ്പം അവൾ അറിഞ്ഞു കാണും, അവക്ക് എന്നെ ഇഷ്ടമൊക്കെ തന്നെയാ, എനിക്കതറിയാം എന്ന് പറയുന്നുണ്ട്. എന്റെ കല്യാണക്കാരി അറിഞ്ഞപ്പോ തൊട്ടേ അവൾ മൂഡ് ഓഫ് ആണ് എന്നും അനി പറയുന്നുണ്ട്. നവ്യ അവിടെ കണ്ണാടിയിലൊക്കെ നോക്കി മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പുറത്ത് അബി വന്നിട്ട് ഇവളിഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവൾ എന്തെടുക്കുകയാണെന്ന് കണ്ണാടിക്കാട് വെച്ചിട്ട് നവ്യ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും അബി പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്നുണ്ട്. കയറി വന്നിട്ട് നവ്യ പോയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം അവിടെ എല്ലായിടത്തും നോക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഫ്ലവർ വേസിനുള്ളിലേക്ക് അവനൊരു ക്യാമറ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓർക്കാണ്, ഇനി ഇവിടെ എന്ത് നടന്നാലും എനിക്ക് എവിടെ ഇരുന്നാലും കാണാം, എന്റെ മുറിയിൽ ഇരുന്നാലും കാണാം എന്ന് പറയുന്നുണ്ട്. ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള ഒരവസരം ഞാൻ പാഴാക്കില്ല, അതിനോട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും, കള്ളം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറി വന്ന നശിച്ചവളെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവനോട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഒളിപ്പിച്ചിട്ട് നവ്യ അറിയാതെ അബി അവിടുന്ന് പതിയെ എസ്കേപ്പ് ആവുന്നുണ്ട്. കുറെ നേരമായിട്ടും നന്ദുവിനെ കാണാഞ്ഞിട്ട് കനകം നയനനെ വിളിച്ച് ഒന്ന് ചോദിക്കാം, കാര്യങ്ങളൊക്കെ അവർ പറയാണെന്ന് വിചാരിച്ചിട്ട് നയനനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പേടിച്ചു വരച്ച് മോളെ നന്ദു അങ്ങോട്ടേക്ക് വന്നോന്ന് ചോദിക്കുമ്പം ഇല്ലമ്മേ ഇങ്ങോട്ടേക്ക് വന്നില്ല എന്ന് പറയാണ്. എന്താ എവിടെ പോയത് അവള്? ഇനി വഴക്കൊല്ലം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പം ചെറിയൊരു വഴക്കുണ്ടാക്കി, അതിന്റെ പേരിൽ അവൾ അപ്പൊ ഇറങ്ങിപ്പോയെന്ന് പറയുമ്പം എന്നാൽ കറങ്ങി തിരിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വന്നോളും, അമ്മ പേടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇവളുടെ കാര്യം അങ്ങ് പറഞ്ഞാലോ എന്നും കരുതി കാര്യം പറഞ്ഞ് തുടങ്ങുന്ന സമയത്തായിരിക്കും നന്ദു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മോളെ നന്ദു വരുന്നുണ്ട്, ഞാനെങ്കിൽ വെക്കുക, നന്ദുട്ടൻ വന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കനകം ഫോൺ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്നും അറിയാതെ നയന ഫോണും കട്ടാക്കിയിട്ട് നയനയും പോകുന്നുണ്ട്. ഈ സമയത്ത് നന്ദു കയറി വന്ന ഉടനെ ഓടി ചെന്നിട്ട് കനകം, നന്ദു മോളെ നീ എവിടെ പോയതായിരുന്നു? ഈ അമ്മയെ തീ തെറ്റിക്കാനായിട്ട് എന്നോട് ക്ഷമിക്കും മോളെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും എല്ലാ അവസ്ഥകളും മോക്ക് അറിയാലോ, എന്നിട്ട് മോൾ ഇങ്ങനെ ചെയ്തപ്പോ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത്, നീ എവിടെയായിരുന്നു, എന്റെ നന്ദുവിന്റെ അമ്മ ഒരുപാട് തല്ലിയില്ലേ, എന്റെ മോക്ക് വിഷമാണെന്നൊക്കെ ചോദിക്കുമ്പോ നന്ദു പറയാണ്, എനിക്ക് അങ്ങനൊന്നും ഇല്ല അമ്മയെ, തല്ലിയത് എന്റെ അമ്മയല്ലേ, അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവും ഇല്ലെന്നും പറഞ്ഞ് നന്ദുവും അമ്മേനെയും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്.
കനകം പറയാണ്, സോറി മോളെ, എന്നോട് ക്ഷമിക്കും മോളെ, എന്റെ പൊന്നു മോളെ, നിന്നെ ഞാൻ ഒരുപാട് തല്ലിയല്ലോ, എന്റെ മനസ്സിലെ വിഷമം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ. മോക്കറിയാലോ നിന്റെ രണ്ട് ചേട്ടത്തിമാരുടെ അവസ്ഥ, എന്നിട്ടും മോള് എന്തിനാ ഈ ഒരു കടുങ്കൈ ചെയ്തത്? എപ്പോഴാ എന്റെ മോളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയത് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അറിയില്ല അമ്മേ, ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ആൺകുട്ടികളുടെ കൂടെ കറങ്ങി നടന്നതും രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ കളിച്ചു നടന്നതും എല്ലാം അവരോട് തന്നെയാ. പക്ഷെ ഇന്നേ വരെ എന്റെ മനസ്സിൽ ആരോടും അങ്ങനെ പ്രണയം തോന്നിയിട്ടില്ല. ആദ്യമായിട്ടാ എനിക്ക് അനിയോട് അങ്ങനെ പ്രണയം തോന്നിയത്. അത് എപ്പോഴാ എന്റെ മനസ്സിലേക്ക് വന്നതെന്നോ എങ്ങനെ കയറി കൂട്ടുന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല അമ്മേ. എന്റെ മനസ്സിന് സാധിക്കുന്നില്ലെന്ന് പറയുമ്പോൾ സാധിക്കണം മോളെ, എങ്ങനെയെങ്കിലും മോളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. മോളുടെ മനസ്സിൽ നിന്ന് തന്നെ നീ അനിയെ പറിച്ചു കളയണമെന്ന് പറയുമ്പം അതിന് പറ്റണ്ടേ അമ്മേ, ഞാൻ ശ്രമിക്കുന്നുണ്ട്, അതിന്റെ പരിശ്രമത്തിലാണ് ഞാനിപ്പോ. പക്ഷെ ആ അനിയുടെ മുഖം എന്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല അമ്മേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദു അകത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. കനകം ഇതോർത്ത് അവിടെ തൂണിച്ചാരി ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് അനാമികേനെയും അനിയനെയുമാണ്. അനാമിക ഒരു കൂൾബാറിൽ ഇരുന്ന് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും അനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഞാൻ ലേറ്റ് ആയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇത്ര നേരം അവളോട് ഉണ്ടായിരുന്നു പറയുമ്പോൾ ആരെന്ന് ചോദിക്കുമ്പോൾ നന്ദു ആണെന്ന് പറയുന്നു. എന്നിട്ട് നന്ദു എന്ത് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഓഹോ, അവളെ കുറിച്ച് എന്താ ഇത്ര ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ നിനക്ക് കുറെ സംശയം കൂടിയിട്ടുണ്ട്. നന്ദു എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, പിന്നെ എനിക്കറിയണ്ടേ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. എന്നോട് വല്ലായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയി എന്ന് പറയാണ്. അങ്ങനെ അനി മനസ്സിൽ കരുതുന്നുണ്ട് അവൾ വിഷമിച്ച് നടക്കായിരിക്കുമെന്ന് കരുതുന്നുണ്ട്. എന്നിട്ട് അനാമിക പറയാണ്, അനി ഞാൻ ഒരു കാര്യം പറയാം, ഇനി നമുക്കിടയിൽ നമ്മൾ മാത്രം മതി. അത് മാത്രമല്ല, കല്യാണം മാറ്റി വെക്കാന്നുള്ള നിന്റെ തീരുമാനമൊക്കെ മാറിയെന്ന് ചോദിക്കുമ്പോൾ നീ എന്താ നിന്റെ അച്ഛനെ കൂടെ മുത്തച്ഛനെ വിളിപ്പിച്ചത്? അതുകൊണ്ട് നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതൊക്കെ മോശമല്ലേന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയാണ്, ഒരു മോശവും ഇല്ല. നിന്റെ ഒരു പഴുങ്ങി കണ്ടപ്പോ ഞാൻ എന്റെ അച്ഛനോട് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞതാ. അച്ഛൻ വിളിച്ച് മുത്തച്ഛനോട് പറഞ്ഞപ്പോ തന്നെ മുത്തച്ഛൻ പറഞ്ഞു, ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചില്ലെങ്കിലും പാലിക്കുമെന്ന്. ആ വാക്ക് മാത്രം മതി ഞങ്ങൾക്ക്. എങ്ങനെയെങ്കിലും എനിക്ക് ആ തറവാട്ടിലേക്ക് വരണം, എനിക്കത് വലിയൊരു ആഗ്രഹമാണ്. അനിനെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനിക്കും ഒരു ജ്യൂസ് ഓർഡർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഈശ്വര, ഇപ്പൊ തന്നെ ഇവൾ ഇങ്ങനെയാണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് എന്തായിരിക്കുമെന്ന് ആലോചിക്കുന്നുണ്ട്. അനാമിക പറയാണ്, വിവാഹത്തിന് എനിക്ക് ഇപ്പോ ഉള്ള ബോയ് ഫ്രണ്ട്സിനെ എല്ലാം ഞാൻ ഒഴിവാക്കി. എനിക്കിപ്പോ ബോയ് ഫ്രണ്ട് ആയിട്ടും ഭർത്താവായിട്ടുമെല്ലാം നീ മാത്രം മതി. അതുപോലെ തന്നെ ആയിരിക്കണം നിനക്ക് എന്ന് പറയുമ്പോഴേക്കും അതിന്റെ ആവശ്യം എന്താ അനാമിക? എന്റെ ഫ്രണ്ട്സിനൊന്നും വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോഴേക്കും നീ അവോയ്ഡ് ചെയ്യണം, നിനക്ക് ഞാൻ മാത്രം മതി എന്ന് ഹാർഷായിട്ട് അവൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആദർശം മുറിയിൽ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യായിരിക്കും. അങ്ങോട്ടേക്ക് നയന വന്നിട്ട് പറയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ആദർശം മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. എന്റെ കാര്യമല്ല അനിയുടെ കാര്യമാണെന്ന് പറയുമ്പോഴേക്കും നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞു അനിയുടെ വക്കാലത്തുമായിട്ട് ഇങ്ങോട്ടേക്ക് വരില്ലെന്ന്, നീ നിന്റെ കാര്യം നോക്കി നടന്നാൽ മതി എന്ന് പറയുമ്പോൾ അതല്ല, എനിക്ക് തീരെ വിഷമമാണ്, പിന്നെയും എന്നോട് പറഞ്ഞു അനാമിക വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശനാണ് വാക്ക് കൊടുത്തത്, അതുകൊണ്ട് ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആരെങ്കിലും ചോദിച്ചോ, നിന്റെ അഭിപ്രായത്തിനോട് ആവശ്യമില്ലെന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, എല്ലാവരും പറയുന്ന പോലെ തന്നെ അനാമിക വലിയ കുടുംബത്തിലെ പെൺകുട്ടിയാ, അവളെ വീടിന് യോജിച്ച പെൺകുട്ടിയാ, അതുകൊണ്ട് തന്നെ അവള് വന്നാല് നിനക്കൊക്കെയുള്ള വില ഇടിയെന്നും പറഞ്ഞ് നീ മനഃപൂർവ്വമായിട്ട് അസൂയ പോത്ത് കാണിക്കുന്നല്ലേന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ്, ഞാൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെ എന്തിനാ പറയുന്നത്? ഞാനൊരു തെറ്റ് ചെയ്തു, അത് ശരിയാണ്, പക്ഷെങ്കിൽ അതിനെന്നോട് ക്ഷമിച്ചൂടെ? അത് എന്നും പറഞ്ഞ് ഇങ്ങനെ നോവിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ നീ കള്ളിയാ, നീ പെരുങ്കള്ളി, നീ കള്ളത്തരം കാണിച്ചിവിടെ വന്നതാ, അതൊരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പോലും കഴിയില്ല. കള്ളത്തരങ്ങളുടെ മേലെ കള്ളത്തരങ്ങൾ കാണിച്ച് നീ എല്ലാരും ചതിക്കായിരുന്നു, ഞാനത് ക്ഷമിക്കണോന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? വീട് വിട്ട് പുറത്തു പോകാനും കഴിയില്ല, വീടിനുള്ളിൽ നിൽക്കാനും കഴിയില്ല, വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനെന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നത് അതിലും നല്ലത് മരിക്കുന്നതാന്ന് പറയാണ്. അപ്പോഴേക്കും നയന ഞെട്ടലോട് വിട്ട് ആദർശം നോക്കുമ്പോ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? അപ്പൊ നയന പറയാണ്, അതിനും എനിക്ക് സാധിക്കില്ല ആദർശേട്ടാ, ഞാൻ മരണപ്പെട്ടാല് ഇവിടുത്തെ മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമാകും, എന്റെ അച്ഛന്റെ ആരോഗ്യനിലയും വളരെ മോശമാവും. ഇത്രയൊക്കെ നല്ല നല്ല കാരണന്മാരുള്ള കുടുംബത്തിലേക്ക് വരാൻ സാധിച്ചത് ഏതൊരു പെണ്ണിന്റെയും ഭാഗ്യമാണ്. പക്ഷെ ഞാൻ മാത്രം ഒരു നിർഭാഗ്യവതിയാണ്. കാരണം വന്നു കഴിഞ്ഞിട്ടും എന്റെ അവസ്ഥ ഇത് തന്നെയല്ലേ, ഒരിക്കലും സമാധാനം ഇല്ലാത്തൊരു ജീവിതമായിപ്പോയി, ജാതകമായിപ്പോയി എന്റെ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നന്ദു ഇങ്ങനെ ചെയ്യാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം കേട്ടോ. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.